അങ്ങനെ സുസുക്കിയുടെ എല്ലാ മോട്ടോർ സൈക്കിളും OBD2 അപ്ഡേഷനിലോട്ട് വന്നിരിക്കുകയാണ്. അതായത് BS6 സ്റ്റേജ് 2ന്റെ അപ്ഡേഷനിലോട്ട് വന്നിരിക്കുകയാണ്. വണ്ടിയുടെ ഡിസൈനിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ആകെ കമ്പനി വ്യത്യാസം വരുത്തിയിരിക്കുന്ന പ്രൈസിങ്ങിനാണ്. പ്രൈസിങ് അല്പം കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. ആകെ ചെയ്തൊരു മാറ്റവും നമുക്ക് എതിരിക്കുന്ന ഗുണവും അതാണ്. പ്രൈസിങ് കൂട്ടിയെന്ന് വെച്ചിട്ട് വേറെ വണ്ടിയിൽ അപ്ഡേഷൻസോ ഡിസൈനിൽ ചേഞ്ചോ ഒന്നും കമ്പനി വരുത്തിയിട്ടില്ല. ഈ ഇന്ത്യൻ സുസുക്കി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഹോണ്ട ബിഗ് വിങ് എന്ന് പറഞ്ഞ ഷോറൂമിലൂടെ കുറച്ച് പ്രീമിയം മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ ചുക്കാൻ പിടിച്ച് ഇവരും പുതിയൊരു ഡീലർഷിപ്പ് ഓപ്പൺ ചെയ്തു. കുറച്ച് പ്രീമിയം മോട്ടോർ സൈക്കിള് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്ന് പോയി കഴിഞ്ഞാൽ വേറെ നിലവിലുള്ള മോട്ടോർ സൈക്കിൾക്ക് കാര്യമായ ഒരു അപ്ഡേഷൻസ് കമ്പനി കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ നിലവിലുള്ള മോട്ടോർ സൈക്കിൾ OBD2 മാറിയപ്പോ എന്തെങ്കിലുമൊക്കെ ഡിസൈനിൽ കുറച്ചുകൂടിയൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോ എഞ്ചിനില് പെർഫോമൻസിനും വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് ഓടിച്ചു നോക്കിയെങ്കിലേ പറയാൻ പറ്റൂ. സുസുക്കി ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. വില കൂടിയേക്കെന്ന് പരിശോധിച്ചു SF 250ക്ക് 2000 രൂപയും ജിക്സർ SF 155cc മോഡലിന് 1500 രൂപയും V-Strom SXന് 5000 രൂപയാണ് പ്രൈസ് ഇൻക്രീസ് അയക്കുന്നത്. ഈ മോട്ടോർ സൈക്കിൾ യാതൊരു മാറ്റവും വരുത്താതെ ഇത്രയും പ്രൈസ് ഇൻക്രീസിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? ഇന്ത്യൻ സുസുക്കിയെ സമ്മതിക്കണം ഇങ്ങനെ ഇറക്കാനായിട്ട്.